അർജന്റീന പരാജയപ്പെടാൻ പോകുന്നു. നീലയും വെള്ളയും പുതച്ച ഗ്യാലറികൾ നിശബ്ദമായ നിമിഷം. ഈജിപ്തിന്റെ 2 ഗോളുകൾ അർജന്റീനയുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്നു. ഒരു വശത്ത് യാസർ ഇബ്രാഹിമിന്റെ മനോഹരമായ ഹെഡർ, മറുവശത്ത് മുസ്തഫ സീക്കോയുടെ ക്ലാസ് ഫിനിഷിംഗ്. സ്കോർ ഈജിപ്ത് 2 അർജന്റീന 0. ഇതിനിടയിൽ ക്യാപ്റ്റൻ ലയണൽ മെസ്സി പെനാൽറ്റിയും പാഴാക്കിയതോടെ ലോകം മുഴുവനുള്ള അർജന്റീനൻ ആരാധകർ തലയിൽ കൈവച്ചു. തോൽവി ഉറപ്പിച്ചു. കണ്ണീരും നിരാശയും കൊണ്ട് ഗ്യാലറികൾ വിതുമ്പിയ നിമിഷം. മെസ്സിയുടെ യുഗം കഴിഞ്ഞു എന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശകർ അട്ടഹസിച്ചു. ഒന്നിനു പുറകെ ഒന്നായി പെനാൽറ്റികൾ പാഴാക്കുന്ന നായകനെതിരെ കടുത്ത വിമർശനങ്ങളുടെ അമ്പുകൾ പാഞ്ഞു വന്നു. ഈജിപ്ഷ്യൻ പ്രതിരോധം അർജന്റീനയുടെ താവളങ്ങളെയെല്ലാം തകർത്ത് കളി പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കാൻ സർവശക്തിയും പുറത്തെടുത്തു. തോൽവിയുടെ കരിനിഴൽ വീണ ആ നിമിഷം അവർക്ക് നേരെ ഉയർന്ന പരിഹാസങ്ങൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു. പക്ഷെ കഥ അവിടെ തീർന്നില്ല. കാൽപന്ത് കളിയാണല്ലോ. അവസാന സെക്കൻഡ് വരെ ഒടുങ്ങാത്ത പ്രതീക്ഷയുടെ പച്ച വെളിച്ചമാണത്. വെറും 12 മിനിറ്റ്. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവിടെ അത്ഭുതങ്ങൾ പിറന്നു. ഡഗ്ഔട്ടിലിരുന്ന് കളി തിരിച്ചു പിടിക്കാൻ കരുക്കൾ നീക്കിയ സ്കലോനി എന്ന തന്ത്രശാലിക്ക് മുന്നിൽ ഈജിപ്തിന്റെ പതനം ആരംഭിക്കുകയായി. ഗ്യാലറിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് 79-ാം മിനിറ്റിൽ റൊമേറോ അർജന്റീനയുടെ ആദ്യ ഗോൾ മടക്കി. തോൽവിയുടെ വക്കിൽ നിന്നുള്ള ആദ്യ പ്രഹരം ഈജിപ്തിന്റെ നെഞ്ചിടിപ്പ് കൂട്ടി. ആരാധകരുടെ നെഞ്ചിലേക്ക് പ്രതീക്ഷയുടെ ആദ്യ കനൽ വീണ നിമിഷമായിരുന്നു അത്. ആ ഊർജത്തിൽ നിന്ന് ഈജിപ്തിന് ശ്വാസം വിടാൻ പോലും സമയം കൊടുക്കാതെ തൊട്ടടുത്ത നിമിഷങ്ങളിൽ മൈതാനത്ത് വിശ്വരൂപം പൂണ്ടത് മറ്റാരുമല്ല, സാക്ഷാൽ മെസ്സി തന്നെ. തനിക്ക് നേരെ ഉയർന്ന വിമർശനങ്ങൾക്കെല്ലാം കാലിൽ കോർത്ത മാന്ത്രികത കൊണ്ട് മറുപടി നൽകാൻ കാത്തിരുന്ന രാജാവിനെ പോലെ 83-ാം മിനിറ്റിൽ ഡിഫൻഡർമാരെ കാറ്റിൽ പറത്തി. നെയ്മിന്റെ വന്യമായ ആവേശത്തിലേക്ക് കളി നീങ്ങിയപ്പോൾ ഫെർണാണ്ടസ് തൊടുത്ത ആ മാന്ത്രിക വെടിയുണ്ട ഈജിപ്ഷ്യൻ കോട്ട തകർത്ത് വല തുളച്ചു കയറി. സ്കോർ ബോർഡിൽ ആ മാന്ത്രിക സംഖ്യ തെളിഞ്ഞു. 3-2. അത് വെറും ഒരു വിജയമായിരുന്നില്ല. തങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ നോക്കിയ ലോകത്തോട് ഇത് അർജന്റീനയാണെന്ന് നെഞ്ചു വിരിച്ച് വിളിച്ചു പറയുകയായിരുന്നു. ഒടുവിൽ ചോരയും നീരും കണ്ണീരും വീണ മണ്ണിൽ നിന്ന് ഏറ്റവും മികച്ച തിരിച്ചുവരവുമായി ഫിനിക്സ് പക്ഷിയെ പോലെ കുതിച്ചുയർന്ന് ഈജിപ്തിനെ തറ പറ്റിച്ച് മെസ്സിയും സംഘവും ഇതാ രാജകീയമായി ക്വാർട്ടറിലേക്ക്. എഴുതിത്തള്ളിയവരും പരിഹസിച്ചവരും എതിരാളികളും ഒന്നോർക്കുക. നീ എന്നെ കുത്തി, ഞാൻ ചത്തെന്നുറപ്പാക്കി കുഴിച്ചിട്ട് അതിൻ്റെ മേൽ ഒരു ചുമലത്തെങ്ങും വെച്ച് അതിന് പൊടിപ്പുണ്ടോ എന്ന് നോക്കിയിട്ടേ തിരിച്ചു പോകാവൂ. അല്ലെങ്കിൽ ഞാൻ ആ കുഴിയിൽ നിന്ന് എണീറ്റ് വരും. ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിച്ചെന്ന് കരുതിയവർക്ക് മുന്നിലേക്ക് ആ അടിച്ച ആണി ഊരിയെടുത്ത് നെഞ്ചും തിരിച്ച് കടന്നു വരുന്നവന്റെ പേരാണ് അർജന്റീന. വാമോസ് അർജന്റീന.